നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്നലെ നടന്ന മത്സരം മുംബൈ സിറ്റി FC വേഴ്സസ് FC ഗോവ മത്സരമായിരുന്നു. നമുക്കറിയാം, പോയിൻ്റ് ടേബിളിൽ മികച്ച് കരുത്തരായ ടീമാണ് FC ഗോവയും അതേപോലെ തന്നെ മുംബൈ സിറ്റി FCയും. മത്സരം എന്തായാലും സമനിലയിലാണ് അവസാനിച്ചത്. ആദ്യം തന്നെ മുംബൈ സിറ്റി FCക്ക് വേണ്ടി 46-ാം മിനിറ്റിൽ വിക്രം പ്രതാപ് സിംഗ് എന്ന് പറയുന്ന താരമാണ് ഗോൾ നേടിക്കൊടുത്തത്. അതിനുശേഷം 61-ാം മിനിറ്റിൽ മുഹമ്മദ് യാസിർ എന്ന് പറയുന്ന താരമാണ് FC ഗോവയ്ക്ക് വേണ്ടി മറ്റൊരു ഗോൾ നേടിക്കൊടുത്തത്. അങ്ങനെ മത്സരം സമനിലയിൽ അവസാനിക്കുക തന്നെയാണ്. എന്തായാലും ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷിക്കാൻ വകയുള്ളതാണ്. എന്തായാലും ഇരു ടീമുകളും സമനില പിടിച്ചതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരം വിജയിക്കുകയാണെങ്കിൽ വീണ്ടും പോയിൻ്റ് ടേബിളിൽ ഉയർന്നു വരാൻ ചെറിയ സാധ്യതകൾ കാണുന്നുണ്ട്. എന്തായാലും ആരാധകരെല്ലാം സന്തോഷത്തിൽ തന്നെയാണ്. അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വരാൻ പോകുന്ന മത്സരം ബാംഗ്ലൂർ FCക്കെതിരെയാണ്. മാർച്ച് 2-ാം തീയതി നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു വിജയം അനിവാര്യമാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഇറങ്ങിയ ലൈനപ്പ് തന്നെ ഇറക്കി കളിക്കാനായിരിക്കും സാധ്യത. കഴിഞ്ഞ മത്സരത്തിൽ ആദ്യ പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. രണ്ടാം പകുതിയിൽ ആശാൻ്റെ തന്ത്രങ്ങൾ മെനഞ്ഞ് രണ്ടാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് 4 ഗോളിന് വിജയം കരസ്ഥമാക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ആശാൻ ഇപ്പോൾ പറഞ്ഞ വാക്കുകളാണ് ആരാധകരെ ഞെട്ടിച്ചിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും അതേപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്കും ചെറിയൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ചായ ഇവാൻ. നമ്മൾ എവിടെയും എത്തിയിട്ടില്ല, അമിത ആഹ്ലാദം വേണ്ടെന്നും ഇനിയും വലിയ 6 മത്സരങ്ങൾ ബാക്കിയുണ്ട് എന്നുമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായ ഇവാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം ഇപ്പോൾ ഓരോ മത്സരങ്ങൾ വിജയിക്കുമ്പോൾ സന്തോഷത്തിലാണ്. എന്നാൽ പല ടീമുകളും മികച്ച പ്രകടനം കാഴ്ചവെച്ച് തിരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് വരും മത്സരങ്ങൾ വിജയിച്ചാലേ സാധിക്കുകയുള്ളൂ.